തെരുവിൽ അലഞ്ഞുതിരിയുകയും ഉപേക്ഷിക്കപ്പെടുകയും ചെയ്യുന്നവരെ സഹായിക്കാനും സ്നേഹത്തോടും കരുതലോടും കൂടെ പരിചരിക്കുന്നതിനും അൽമായരുടെയും വൈദികരുടെയും സന്യസ്തരുടെയും നേതൃത്വത്തിൽ രൂപമെടുത്തതാണ് ആകാശപ്പറവകളുടെയും അവരുടെ കൂട്ടുകാരുടെയും എന്ന ജീവകാരുണ്യ സംഘടന. ഫാദർ ജോർജ് കുറ്റിക്കലാണ് ഇതിന്റെ സ്ഥാപക പിതാവ്. എല്ലാ വർഷവും FBAയുടെ നേതൃത്വത്തിൽ നടത്താറുള്ള കുരിശിന്റെ വഴി ഇത്തവണ മാർച്ച് 8-നാണ് ക്രമീകരിച്ചത്. മുണ്ടക്കയം ടൗൺ കുരിശടിയിൽ നിന്നും രാവിലെ 7:30 ആരംഭിച്ച കുരിശിന്റെ വഴി 20 കിലോമീറ്ററുകൾ പിന്നിട്ട് 5 മണിയോടുകൂടി പൊൻകുന്നം തിരുക്കുടുംബ ദേവാലയത്തിലാണ് സമാപിച്ചത്. അസഹനീയമായ ചൂടിനെ വകവയ്ക്കാതെ കുരിശിന്റെ വഴിയിൽ അണിനിരന്നത് നൂറുകണക്കിന് വിശ്വാസികളാണ്. പൂക്കൾ കൊണ്ട് പ്രത്യേകം അലങ്കരിച്ച വാഹനത്തിൽ ക്രൂശിത രൂപം ഉയർത്തിവെച്ചും കയ്യിൽ കുരിശുമേന്തിയാണ് വിശ്വാസികൾ ത്യാഗത്തോടെ കുരിശിന്റെ വഴി നടത്തിയത്. കുരിശിന്റെ വഴിയിലെ ഓരോ സ്ഥലങ്ങളിലും വൈദികരുടെ നേതൃത്വത്തിൽ പ്രത്യേക സന്ദേശവും പ്രാർത്ഥനയും നടത്തിയത് പ്രസ്തുത കുരിശിന്റെ വഴിയെ ഏറെ വ്യത്യസ്തമാക്കി. സമൂഹത്തിൽ ഉപേക്ഷിക്കപ്പെടുന്ന ആകാശപ്പറവകളായ മക്കൾക്കു വേണ്ടി, ക്രൈസ്തവർ അനുഭവിക്കുന്ന പീഡനം, യുവജനങ്ങൾക്കു വേണ്ടി, കുടുംബങ്ങളിൽ ദൈവവിളി ഉണ്ടാകാൻ, ലഹരി ഉപയോഗത്തിൽ നിന്ന് വിമുക്തരാകുവാൻ, കടബാധിതയിൽ കഴിയുന്നവരുടെ മോചനം, വിവാഹ തടസ്സം നേരിടുന്നവർക്കു വേണ്ടി, മക്കളില്ലാത്ത ദമ്പതികൾക്കു വേണ്ടി, ഭവനരഹിതർ, രോഗപീഠകളാൽ വേദനിക്കുന്നവർ, തകർന്ന കുടുംബ ബന്ധങ്ങൾ, അഭിവന്യ റാഫേൽ തട്ടിൽ പിതാവിന്റെ ദൈവിക നിയോഗങ്ങൾ, ഫ്രാൻസിസ് പാപ്പയുടെ നിയോഗങ്ങൾ, കുരിശിന്റെ വഴിയിൽ എത്തിച്ചേർന്ന ഓരോരുത്തരുടെയും നിയോഗങ്ങൾ തുടങ്ങിയ 14 പ്രത്യേക നിയോഗങ്ങളാണ് കുരിശിന്റെ വഴിയിൽ സമർപ്പിക്കപ്പെട്ടത്. പൊൻകുന്നം തിരുക്കുടുംബ ഫൊറൂന ദേവാലയത്തിൽ എത്തിച്ചേർന്ന കുരിശിന്റെ വഴിയുടെ സമാപനത്തിൽ മാർ ജേക്കബ് മുരിക്കൻ അനുഗ്രഹ സന്ദേശവും സമാപന ആശീർവാദവും നൽകി. നോമ്പുകാലം ജീവിത പരിവർത്തനത്തിന്റെയും ജീവിത നവീകരണത്തിന്റെയും കാലഘട്ടമാണെന്ന് മാർ ജേക്കബ് മുരിക്കൻ ഉദ്ബോധിപ്പിച്ചു. ഈ ലോകത്തിലെ നമ്മുടെ കുഞ്ഞുങ്ങൾ, ചെറുപ്പക്കാര് ഇന്ന് ഈയാമ്പാറ്റകളെ പോലെ ജടാശക്തിയുടെ പിന്നിൽ തകർന്നു വീഴുമ്പോൾ അവർക്ക് രക്ഷയ്ക്കുള്ള മാർഗമിതാണ് കുരിശിന്റെ വഴിയാണ്, യഥാർത്ഥമായ സത്യത്തിന്റെ വഴി, ജീവന്റെ വഴി എന്ന് ബോധ്യപ്പെടാനിടയാകും വിധം അവരുടെ മനസ്സിനെ നിറയ്ക്കാനായിട്ട് സാധിക്കും. അതിന് സാധിക്കുന്ന ഒരു പ്രഘോഷണമാണ് ആകാശപ്പറവകളുടെ നേതൃത്വത്തിൽ ഇവിടെ ഉണ്ടായിരിക്കുന്നു. നിങ്ങളെല്ലാം ഈ കുരിശിന്റെ വഴിയിലൂടെ നടന്നപ്പോൾ ഈശോയുടെ സഹനത്തോട്, അതുപോലെ ജീവിതത്തിൻ്റെ വേദനിക്കുന്ന എല്ലാ മനുഷ്യരോട് തങ്ങൾക്കുള്ള, നമുക്കുള്ള ഐക്യദാർഢ്യമാണ്, അവരോടൊപ്പമാണ്. അതിലൂടെയാണ് നമ്മുടെ ജീവിതത്തെ മഹത്വപ്പെടുത്താനായിട്ട് ഇടയാകുന്നത്. ലോകത്തിൻ്റെ പ്രതാപമല്ല, ദൈവം മഹത്വപ്പെടാനിടയാകുന്ന ജീവിതമാണ് ഓരോ ക്രൈസ്തവനും ഈ ലോകത്തിന് നൽകാനുള്ളത്. ഈ നോമ്പുകാലം ജീവിത പരിവർത്തനത്തിൻ്റെ അവസരമാണ്, ജീവിത നവീകരണത്തിൻ്റെ അവസരമാണ്. നമ്മെ തന്നെ കൂടുതൽ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരേണ്ട അവസരമാണ്. നല്ല ഒരു കൂട്ടായ്മയിലേക്ക് വരാനായിട്ടൊക്കെ സാധിക്കുന്ന വിധത്തിൽ പങ്കുവയ്ക്കലിൻ്റെ ജീവിതം നയിക്കാനായിട്ട് നമുക്ക് കഴിയും. അതിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. നമ്മുടെ ജീവിതത്തെ ദൈവത്തിലേക്ക് പരിവർത്തനം ചെയ്യാനായിട്ട് ആവശ്യമായത് ഈ ഒരു പ്രധാനമായിട്ടുള്ള സ്വഭാവ ജീവിത ശൈലിയാണ്. ഷെഗന ന്യൂസ്, കോട്ടയം.